കൂട്ടിലെ നമ്മുടെ ബയോളജി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഫുൾ മാർക്കുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പല കുട്ടികളും ചോദിക്കുന്നതാണ്, പാസ് ആവാൻ വേണ്ടി നമ്മൾ എത്ര ചാപ്റ്റർ പഠിക്കണം? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് നമ്മൾ 4 ചാപ്റ്ററും പിന്നെ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ പഠിക്കാം. 4 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 1 മോഷൻ ഇൻ എ പ്ലെയിൻ, 2 ലോസ് ഓഫ് മോഷൻ, 3 ഗ്രാവിറ്റേഷൻ, ദെൻ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഞാൻ എൻ്റെ ടോപ്പിക് ഇടാം. ഇതൊക്കെ മോഷൻ ഇൻ എ പ്ലെയിൻ, അതിനകത്ത് ഈ പറഞ്ഞ 4 ചാപ്റ്ററിലും ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാകരുത്, ഫുൾ പഠിക്കണം. ഓക്കെ, അതായത് ഇപ്പം മോഷൻ്റെ പ്ലെയിൻ ആണെങ്കിൽ ടൈപ്സ് ഓഫ് വെക്ടർ പഠിക്കണം. ദെൻ 2 ലോയും പഠിക്കണം. അവിടെ ഒരു ഡെറിവേഷൻ ഉണ്ട്, മോസ്റ്റ് ഡെറിവേഷൻ, ആ ഡെറിവേഷൻ പഠിക്കണം. റെസൊല്യൂഷൻ ഓഫ് വെക്ടർ, പ്രൊജക്റ്റീവ് മോഷനകത്ത് ഒരൊറ്റ പോയിന്റ് വിടുന്ന എല്ലാ പോയിന്റും പഠിക്കണം. ദെൻ യൂണിഫോം സർക്കുലർ മോഷൻ, റിലേഷൻ കണക്റ്റിംഗ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി, സെൻട്രിപിറ്റൽ ആക്സലേഷൻ, ഡെറിവേഷൻ വിത്ത്. ഇതാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ. മോഷൻ ഇൻ എ പ്ലെയിനകത്തുള്ള ഫുൾ ടോപ്പിക് കവർ ചെയ്യണം. ദെൻ അതിനുശേഷം പഠിക്കേണ്ടത് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനകത്തും ന്യൂട്ടൺസ് ലോ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനർഷ്യ എന്താണെന്ന് പഠിക്കുക, ടൈപ്പ് പഠിക്കുക. ദെൻ റിലേഷൻ ബിറ്റ്വീൻ മാസ് ആൻഡ് ഇനർഷ്യ പഠിക്കണം. F=ma ഡെറിവേഷൻ ആണ്, പഠിച്ചു വെക്കണം. മൊമെന്റം ഇമ്പൾസ് പ്രിൻസിപ്പിൾ, അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വിത്ത് ടു ഡെറിവേഷൻ, 2 പ്രൂഫാണ്, അത് പഠിക്കണം. ദെൻ റീകോയിൽ വെലോസിറ്റി ഡെറിവേഷൻ ഇക്വേഷൻ കാണാൻ പഠിച്ചു, പ്രോബ്ലം ചോദിക്കാം. ദെൻ ഫ്രിക്ഷൻ പഠിക്കുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, അത് പഠിക്കണം. അതിനുശേഷം ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൾ, ഫ്രിക്ഷന്റെ പ്രശ്നം എന്താണ്, അതുപോലെ ഫ്രിക്ഷന്റെ ഉപയോഗം എന്താണ്, ഫ്രിക്ഷൻ അങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതൊക്കെ കുറച്ചല്ല 1 മാർക്ക് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ഏതാണ്, മോഷൻ ഓഫ് എ കാർ ഓൺ എ കർവ്ഡ് ലെവൽ റോഡും ഉണ്ട്, ബാങ്ക് റോഡും ഉണ്ട്, വലിയ ഡെറിവേഷൻ ആണ്. ഇത്രയാണ് ഈ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകൾ. 12 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ വരുന്നത് ഗ്രാവിറ്റേഷനിൽ കെപ്ലേഴ്സ് ലോ ഉണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. ദെൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഡയമെൻഷണൽ യൂണിറ്റ് മറന്നു പോകരുത്. അതിനുശേഷം ആക്സിലറേറ്റീവ് ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിക്കാം. ദെൻ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി. ഓക്കെ, റിലേഷൻ ടു എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി, അതാണ് ആ ചാപ്റ്ററിനകത്ത് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്, വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്റർ ഇതാണ്, 10 മാർക്കിനുണ്ട്. ഓക്കെ, അതിനകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഒരു ഫിഗർ മാത്രമുള്ളത് പഠിച്ചു വെക്കുക. പാസ്കൽസ് ലോ പഠിക്കുക, അതിന്റെ ആപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിക്കണം. ദെൻ അതിനുശേഷം സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇക്വേഷൻ ആണ്, ഡെറിവേഷൻ ആണ്. ടെർമിനൽ ഫോം, ക്രിട്ടിക്കൽ വെലോസിറ്റി, 1 മാർക്കിന് ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്രിട്ടിക്കൽ വെലോസിറ്റി പഠിക്കുമ്പോൾ അതിലെ ഇക്വേഷൻ കാണാൻ പഠിക്കണം. ബെർണോളിസ് തിയറം സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക, പ്രൂഫ് പഠിച്ചു വെക്കുക. ആപ്ലിക്കേഷൻ എല്ലാം 1 മാർക്ക് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, യൂണിറ്റ് മറന്നുപോകല്, ഡയമെൻഷൻ മറന്നുപോകല്. അതിനുശേഷം വിസ്കോസിറ്റി ടെമ്പറേച്ചർ റിലേഷൻ ഉണ്ട്, സ്റ്റോക്സ് ഫോർമുല ഉണ്ട്, അതൊക്കെ ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത് ടെർമിനൽ വെലോസിറ്റി ഡെറിവേഷൻ ഉണ്ട്, കൃത്യമായി പഠിച്ചോണം. റെനോൾഡ്സ് നമ്പർ എന്താണ് പഠിക്കുക, ഒരു ഇക്വേഷൻ ഉണ്ട്. ദെൻ സർഫസ് എനർജി, സർഫസ് എല്ലാം ഡെഫിനേഷൻസ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ദെൻ ആംഗിൾ ഓഫ് കോർണർ, ഇതെല്ലാം ഡെഫിനേഷൻ ആണ്, ഈ പറഞ്ഞ എല്ലാ ഡെഫിനേഷൻ ആണ്. പിന്നെ അതിനുശേഷം എക്സസ് പ്രഷർ ഡെറിവേഷൻ ആണ്, ക്യാപിറ്റൽ റൈസ് എന്താണ് ഡെറിവേഷൻ ആണ്. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്, അത്രയും സമയം കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാൻ വന്ന 4 ചാപ്റ്റർ, ഈ 4 ചാപ്റ്ററും ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുപോകരുത്. ഓക്കെ, ഈ 4 ചാപ്റ്റർ കൂടെ ഏകദേശമാണ് ഒരു 40 അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കൃത്യമായി പഠിക്കണം. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പാടാകാം, ഇൻഡയറക്റ്റ് ചോദിക്കാം. അതായത് നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ 4 ചാപ്റ്ററിൽ 2-3 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചിലപ്പം മാർക്ക് ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സേഫർ ഓപ്ഷൻ ആയിട്ട് ഒരു എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കാം. മൊത്തത്തിൽ ബാക്കിയുള്ള ചാപ്റ്ററിന് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഒന്ന് റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, റൊട്ടേഷൻ മോഷൻ ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൊട്ടേഷൻ കൈനറ്റിക് എനർജി. അപ്പോൾ ആ ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻ, ഈ 2 ഡെറിവേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ തെർമോഡൈനാമിക്സിനകത്ത് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് വർക്ക് ഡൺ ബൈ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് ഐസോതെർമലും അഡിയബാറ്റിക്കും, 2 ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക. തെർമോഡൈനാമിക്സ് 2 ഡെറിവേഷൻ. ഓക്കെ, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓസിലേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ആണ്. വെലോസിറ്റിയും ആക്സിലേഷനും, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ. ദെൻ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ആണ് ഡെറിവേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എനർജി ഓഫ് SH, ആ 3 ക്വസ്റ്റ്യൻ ഓസിലേഷനിൽ പഠിച്ചു വയ്ക്കുക. ദെൻ വേവ്സിൽ ഈ 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ഒന്നെന്താണ് 1:2:3 എന്ന് പ്രൂവ് ചെയ്യുക. സ്ട്രിങ്ങിന്റെ കേസ്, ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, ഇത് ഏതെങ്കിലും ഒന്ന് ചോദിക്കും, അത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാനല്ല പഠിക്കേണ്ടത്, ഗ്രാഫിന്റെ പോയിന്റുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ദെൻ പൊസിഷൻ ടൈം റിലേഷൻ, നമ്മുടെ മോഷനെ സ്ട്രൈറ്റ് ലൈനിലെ
എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഡെറിവേഷൻ. ഓക്കെ, ഇത്രയും നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വയ്ക്കുക. അപ്പൊ എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ നമ്മൾ ഈ 4 ചാപ്റ്ററിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ ടഫ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 4 ചാപ്റ്ററും ഈ 12 ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും. ഓക്കെ.